ഹായ്, സുഖല്ലേ? ഇത് ആമിന. ഈ കുട്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത് കാസർഗോഡ് സ്വദേശിയാണ്. ഇവൾ ഇന്നലെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിന്റെ കാരണമാണ് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യണമെന്നും എനിക്ക് തോന്നിയത്. പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും അതുപോലെ തന്നെ പെൺമക്കളും ഒരിക്കലും ഈ വീഡിയോ തട്ടി മാറ്റരുത്. ഇത് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം. ഇവള് മരിക്കാനുണ്ടായ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയത്. ഇവള് വാപ്പാനോട് വന്നിട്ട് ചോദിച്ചു, വാപ്പാ എനിക്കൊരു 1500 രൂപ വേണം, എനിക്കൊന്ന് റീചാർജ് ചെയ്യാനാ, എൻ്റെ റീചാർജ് കഴിഞ്ഞിട്ടാ ഉള്ളതെന്നുള്ളത്. അപ്പൊ ആ വാപ്പ പറഞ്ഞു, ഇന്ന് വേണ്ട മോളെ, നാളെ ചെയ്യാന്ന്. അപ്പൊ അവള് വീണ്ടും, അല്ല എനിക്ക് ഇന്ന് തന്നെ ചെയ്യണം, എനിക്ക് ക്ലാസ്സിൽ പോകേണ്ടതാണ്, അപ്പൊ ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ആ വാപ്പ ആ മോളോട് പറഞ്ഞു, ശരി എന്നൊരു കാര്യം ചെയ്യേ, എൻ്റെ കയ്യിൽ ഒരു 1300 രൂപ ഉണ്ട്, 200 രൂപ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അത് ഞാൻ നാളെ തരാം, ഇപ്പോ 1300 രൂപ നീ വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 1300 രൂപ കൊടുത്തപ്പോൾ ആ മോള് പ്രത്യേകിച്ച് ഒന്നും മിണ്ടിയില്ല, മൗനം പാലിച്ച 1300 രൂപയും മേടിച്ചിട്ട് അവള് ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെ ക്ലാസ്സിലേക്ക് പോയിട്ട് പോകുന്ന വഴിക്ക് ഇതേ കാശിൽ നിന്ന് എടുത്തിട്ട് അവൾ എന്ത് ചെയ്തു, ഒരു എലിവിഷം മേടിച്ചിട്ട് അത് ബാഗിലാക്കിയിട്ട് അവൾ പോയി. അങ്ങനെ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഇവള് ഈ ബാഗിൽ ഉണ്ടായിരുന്ന എലിവിഷം എടുത്തിട്ട് അവള് കഴിച്ചിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് നിൽക്കാണ്ട് ഛർദി തുടങ്ങി. അപ്പം മറ്റുള്ള സഹപാഠികളും മറ്റുള്ളവരെല്ലാവരും ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ ഒന്നും പറയാൻ ശ്രമിച്ചില്ലെങ്കിലും പിന്നീട് വളരെ അവശ്യ നിലയിലായ സമയത്ത് അവൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വിഷം കഴിച്ചിട്ടുണ്ട്, വാപ്പാനോടുള്ള ഒരു ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ് എന്നുള്ളത്. അപ്പോൾ സ്കൂളിലെ മാഷന്മാരും കുട്ടികളും എല്ലാം ചേർന്നിട്ട് കാസർഗോഡ് ഹോസ്പിറ്റലിലാക്കി. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു 4 ദിവസം വെന്റിലേറ്ററിൽ വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയായിരുന്നു ഈ കുട്ടി. അതിനിടയ്ക്ക് ഡോക്ടർ പറഞ്ഞു, കിഡ്നിക്ക് അത്യാവശ്യം പരിക്കുണ്ട്, ഡാമേജ് ആയിട്ടുണ്ട്, അപ്പോ അത് പെട്ടെന്ന് തന്നെ മാറ്റിവെക്കണം, എങ്കിലേ ഇനി ആ കുട്ടിക്ക് ഇനി അങ്ങോട്ടുള്ള കാലം ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അവളുടെ കിഡ്നി ഡാമേജ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തീരും മുമ്പേ ആ വാപ്പ കൊടുത്ത മറുപടി എന്താ അറിയോ, ശരി ഡോക്ടർ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോ, ഞാൻ എൻ്റെ കിഡ്നി തരാം, എൻ്റെ മോൾക്ക് ഇനി അങ്ങോട്ട് അതൊരു തടസ്സമാവണ്ട, ഞാൻ എൻ്റെ കിഡ്നി തരാം, നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ ചെയ്തോ എന്ന് ഡോക്ടറോട് ഉറപ്പും കൊടുത്തു. പക്ഷെ കാലം കാത്തു നിന്നില്ല. ഇന്നലെ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിലും നമ്മളുടെ കഷ്ടപ്പാടും നമ്മളുടെ പ്രയാസവും നമ്മളുടെ ഇല്ലായ്മയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവരെ നമ്മുടെ കൂടെ ജീവിപ്പിക്കാം. പലരും പറയുന്ന ഒരു ഭംഗിവാക്കാണ്, ഞാൻ എൻ്റെ മക്കളെ ഇതുവരെ ഒരു കഷ്ടപ്പാടും അറിയിച്ചിട്ടുമില്ല, അറിയിക്കാനും പോണില്ല, ഞാനോ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർന്നതാണ്, അതുപോലെ ഒരിക്കലും എൻ്റെ മക്കളാകാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു കഷ്ടപ്പാടും അവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളത്. സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ആ ഒരു വാക്ക്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഭവിച്ചതും കഷ്ടപ്പെട്ടതും എല്ലാം അറിയിച്ചു വേണം വളർത്താൻ. അപ്പോഴേ ആ മക്കൾക്ക് നിങ്ങളുടെ വില എന്താണെന്നറിയൂ. അതല്ലെന്നുണ്ടെങ്കിൽ 100 രൂപക്കോ 200 രൂപക്കോ നാളെ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് തല കുനിക്കേണ്ടി വന്ന ആ മക്കൾ എടുക്കുന്ന ആദ്യത്തെ തീരുമാനം ഇതുപോലെ ആമിന എടുത്ത തീരുമാനം പോലെ ആയിരിക്കും. ജനിച്ചിട്ട് ഇന്നേ വരെ അവൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തൊരു വാപ്പയാണ് ആ വാപ്പ. ആ വാപ്പയും മോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അടുപ്പമുണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയെ പോലെ സംസാരിച്ചിരുന്ന ഒരാളുകളാ. പക്ഷെ ആ 200 രൂപ കമ്മിയുടെ കാരണം പറഞ്ഞപ്പോ ആ മോള് മൗനം കാണിച്ച് തിരിഞ്ഞു പോയി എന്നാ പറഞ്ഞത്. അതില്ലെന്ന് ആ വാപ്പാക്ക് തുറന്ന് പറയാന് മടി കാരണമാണ് ഇന്ന് വേണ്ട മോളെ നാളെ ചെയ്യാ എന്നുള്ളത് പറഞ്ഞത്. എന്നിട്ടും ആ വാപ്പ കാശ് കൊടുക്കാൻ റെഡിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് 1300 രൂപ കയ്യിൽ കൊടുത്തിട്ട് 200 രൂപ ഞാൻ നാളെ നിനക്ക് തരാം, എന്നിട്ട് നീ റീചാർജ് ചെയ്തോ എന്ന് പറഞ്ഞത്. ആ 200 രൂപ ഇല്ലാത്തതിന്റെ വിഷമത്തിലാണ് ഈ ആമിന ഇത് ചെയ്തേ എന്ന് അറിഞ്ഞപ്പോ ആ വാപ്പാടെ ഒരു അവസ്ഥ, ആ ഉമ്മാടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്കൊരു ധാരണ വരണം നമ്മുടെ കഷ്ടപ്പാട് എന്താണെന്നും. പലരും മക്കളുടെ മനസ്സ് വേദനിക്കും എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കും. പക്ഷെ അതൊക്കെ അവസാനിക്കുന്നത് ഇതുപോലുള്ള ഓരോ ദുരന്തത്തിലാണ്. ഇപ്പൊ ഈ അടുത്ത് തന്നെ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി ഇതുപോലെ ആത്മഹത്യ ചെയ്യുണ്ടായി. അതും ഇതുപോലെ ചെറിയ നിസാര കാരണത്തിലാണ്. അപ്പൊ പെൺകുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് ചാടി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണെന്നും അവരെന്താണെന്നുള്ളതും നമ്മുടെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളതും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെ കടമയാണ്. അവരെ കഷ്ടപ്പാട് അറിയിക്കുന്നില്ല എന്നുള്ള ഒരു വാദം കൊണ്ട് നമ്മൾ ജീവിച്ചാൽ ഇതുപോലെ ആയിരിക്കും. ഇപ്പോ ഞാൻ എൻ്റെ മോൾക്ക് ഇപ്പൊ 7 വയസ്സായി, എൻ്റെ മൂത്ത മോൾക്ക് 7 വയസ്സായി. എൻ്റെ വൈഫ് പറയായിരുന്നു, 5 വയസ്സ് വരെ അവൾ എന്താവശ്യപ്പെട്ടിച്ചെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുത്തോ, എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ 5 വയസ്സിന് ശേഷം
അവളുടെ കൺട്രോൾ എനിക്ക് വിട്ടു തരണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും എന്നോടും കൂടി ഒന്ന് സംസാരിച്ചിട്ട് വേണം ചെയ്യാൻ. അതല്ലെന്നുണ്ടെങ്കിൽ അവളെല്ലാം ഡയറക്റ്റ് അവൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ അടുത്ത് മാത്രമായി പറഞ്ഞൊതുങ്ങിക്കൂടും. അതിനെതിരെ ഞാൻ ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യമാവും. അപ്പൊ അതിന് അങ്ങനെ ഒരു കാരണമായി മാറാൻ നിങ്ങൾ ഒരിക്കലും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. 5 വയസ്സിന് ശേഷം അവളുടെ കൺട്രോൾ എനിക്ക് നിങ്ങൾ വിട്ട് തന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ആ വാക്ക് കേൾക്കാണ്ട് അവൾക്ക് ചെയ്ത് കൊടുക്കരുത്. അത് കൊടുത്താൽ നാളെ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ആദ്യമൊക്കെ എനിക്ക് എന്താണിത് എന്നുള്ളൊരു പിടുത്തണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നുമില്ലാണ്ട് അവൾ പറയില്ല എന്നുള്ളത്. കാരണം പിതാക്കന്മാരുടെ രാജകുമാരി എന്ന് പറഞ്ഞ പെൺമക്കളാണ്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഒരു ഉമ്മാക്ക് യഥാർത്ഥത്തിൽ ഒരു പെണ്ണിന്റെ മനസ്സും പെണ്ണിന്റെ ജീവിതം ശരിക്കും വായിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ വാക്ക് ഞാൻ നിസാരമാക്കി എടുത്തിട്ടില്ല. അപ്പൊ നിങ്ങളും ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺമക്കളെ കഷ്ടപ്പാട് അറിഞ്ഞു വളർത്തണം. നിങ്ങൾക്ക് കഷ്ടപ്പാടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വളർത്തിക്കോ. പക്ഷേ കഷ്ടപ്പാടുള്ളവർ കഷ്ടപ്പാട് അറിയിച്ച് തന്നെ വളർത്തണം. പഴയ കാലമൊന്നുമല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ബുദ്ധിയാ. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, 13 വയസ്സുള്ള ഒരു കുട്ടി 10 പേര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുത്ത് ആ 10 പേരെ അറസ്റ്റ് ചെയ്തു. അവരുടെ കുടുംബക്ക് എത്രത്തോളം മാനം കെട്ടു. രണ്ടാമത് ഒന്നും കൂടി ചോദ്യം ചെയ്ത സമയത്താണ് ഈ കുട്ടി ഇങ്ങനെ പീഡനത്തിന് ഇരയായിട്ടില്ല എന്നുള്ളത് തെളിഞ്ഞ്. വിശദമായിട്ട് കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾ സ്നേഹിച്ചിരുന്ന ഒരാളെ അവൾ അവോയ്ഡ് ചെയ്ത സമയത്ത് അവനെയും അവന്റെ കൂടെയുള്ള 10 കൂട്ടുകാരന്മാരെയും പേര് മനഃപൂർവ്വം പറഞ്ഞതാണ്. എന്നെ ആരും അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ ഈ കുട്ടി സത്യം തുറന്ന് പറഞ്ഞു. പക്ഷെ ഈ പെൺകുട്ടിയുടെ ആദ്യത്തെ മൊഴി കേട്ടപ്പോൾ ചാനലുകൾ ഏറ്റെടുത്തു, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, നിയമങ്ങളെ ഏറ്റെടുത്തു. ഈ 10 പേരെയും പിടിച്ചു കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിർത്തി. അങ്ങനെ അവരുടെ കുടുംബങ്ങളൊക്കെ എല്ലാവരുടെയും മുമ്പിൽ മാനം കെടുന്ന ഒരവസ്ഥയിലേക്കായി. അതും കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ഒരു തമാശ, അതല്ലെങ്കിൽ അവർക്ക് ഇട്ടൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത ഒരു ചെറിയൊരു പൊറാട്ട നാടകമായിരുന്നു ഇതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം ചെയ്യലിലാണ് ഇതെല്ലാം ഫേക്ക് ആയിരുന്നു, ഒരു ചെറിയൊരു പ്രതികാരത്തിന്റെ പേരിലാണ് ഈ പെൺകുട്ടി ഇത്രയും വലിയൊരു കളവ് പറഞ്ഞിട്ടുള്ളത്, ഇത്രയും ആളുകളെ പറ്റിച്ചിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അതിനു മുമ്പുള്ള പോസ്റ്റുകളെ കേരളമേ ലജ്ജയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഒരു പെൺകുട്ടി 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ തലയിൽ നിന്ന് വന്ന ഒരു ചെറിയ ബുദ്ധിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര മീഡിയാസുകൾ ഏതെല്ലാം തരത്തില് എന്തെല്ലാം ചർച്ചകൾ എവിടേക്കൊക്കെ എത്തി നമ്മുടെ കേരളത്തിന്റെ ഓരോ ന്യൂസുകളൊക്കെ. ഇതിന്നൊക്കെ ഒരുപാട് നമ്മൾ പഠിക്കാണ്ട്. പ്രത്യേകിച്ച് പെൺമക്കളുടെ രക്ഷിതാക്കള് പഠിച്ചേ പറ്റുള്ളൂ. കാരണം കാലം അങ്ങനെ ആയി. അതുകൊണ്ട് തലമുറകളായി നമുക്ക് കിട്ടിയുന്ന ഒരു വാദമുണ്ട്, എൻ്റെ മക്കളെ ഞാനൊരു കഷ്ടപ്പാടും അറിയിച്ചിട്ടില്ല, പിന്നെ ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല, അങ്ങനെയാണ് വളർത്തിയേ എന്നുള്ളത്. ആ പഴഞ്ചൊല്ലൊന്നും മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇവരെയൊക്കെ വളർത്താൻ. അതല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളും ഇതുപോലൊരു കണ്ണീരോടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം പറ്റുന്നവർ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.